എത്ര പെട്ടെന്നാണല്ലേ ദിവസങ്ങൾ കടന്നു പോണത്. മാഷാ അല്ലാഹ് ഇന്നിപ്പോൾ നോമ്പ് 9ആയി. ഇന്നാണ് ഇവിടുത്തെ നോമ്പുറപ്പിക്കൽ. എന്നും എണീക്കുന്ന ടൈമിൽ തന്നെയാണ് എണീച്ചത്. മാഷാ അല്ലാഹ് ഇവിടുത്തെ ഫാമിലി അത്യാവശ്യം വലിയ ഫാമിലിയാണ് കേട്ടോ. കുറേ മെമ്പേഴ്സ് ഉണ്ട്. ഉമ്മച്ചിക്ക് 9 മക്കളാണ്. അവരെ മക്കളും മരുമക്കളും പേരമക്കളും ഒക്കെ കൂടെ ഒരു 10-40 ആൾക്കാരുണ്ട്. എല്ലാവരും കൂടിയാൽ തന്നെ ഒരു പരിപാടിക്കുള്ള ആൾക്കാരുണ്ട് മാഷാ അല്ലാഹ്. അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ല രസമാണ്. നോമ്പ് തുറക്ക്, പെരുന്നാളിന്, ഓണത്തിന് അങ്ങനെയൊക്കെ എല്ലാവരും ഒരുമിച്ച് കൂടാറുള്ളൂ. എല്ലാവരും വരുന്നതുകൊണ്ട് തന്നെ മക്കളൊക്കെ നല്ല ഹാപ്പിയാണ്. അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് അവരൊക്കെ. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഓരോരുത്തർ ഇങ്ങനെ വന്നു തുടങ്ങി. അപ്പത്തിന് ഞങ്ങൾ ഫ്രൂട്ട്സിൻ്റെയും സ്നാക്സിൻ്റെയും ജ്യൂസിൻ്റെ ഒക്കെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ പോലെ പണികളൊക്കെ നേരത്തെ കഴിച്ച് പിന്നെ എല്ലാവരും ഇരുന്ന് കുറേ സംസാരിച്ചു. പിന്നെ വരുന്നവരൊക്കെ വീഡിയോ എടുത്ത് ഉറപ്പിച്ച്. പിന്നെ ഒച്ചപ്പാടായി, ബഹളമായി. അതിൻ്റെ ഇടയിൽ ഫുഡ് വന്ന്. പിന്നെ ഇന്ന് നോമ്പ് നോറ്റ ക്ഷീണേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നോമ്പ് തുറന്നപ്പോൾ എല്ലാ ക്ഷീണവും അറിഞ്ഞ്. പിന്നെ എന്നത്തെയും പോലെ അബിക്കർശാക്കി നോമ്പ് തുറക്കാനായപ്പോഴത്തേനെത്തി. പിന്നെ ഫ്രൂട്ട്സും സ്നാക്സൊക്കെ ടേബിളിലൊക്കെ കൊണ്ടുവയ്ക്കണ ആ ഒരു തിരക്കായിരുന്നു. അപ്പം ഇന്ന് നോമ്പ് തുറയാണ് ഗൈസ് ഞങ്ങളുടെ ഫാമിലി. അപ്പം ഇതൊക്കെ എന്താ പറയാനുള്ളത്? ഒന്നും പറയാ. ഫുഡ് കഴിച്ചിട്ട് പിന്നെ എന്തേലൊക്കെ പറയുള്ളൂ. അങ്ങനെ ഒരു വീഡിയോ ഇതിൽ കണ്ടതുകൊണ്ട് അതും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ചോറ് ദമ്മൊക്കെ പൊട്ടിച്ച് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങി. ഫുഡടിയൊക്കെ കഴിഞ്ഞിരിക്കുമ്പോഴാണ് മക്കളോട് അടുത്തുള്ള കടയിൽ പോയിട്ട് ചെള്ളി മസാല ഒക്കെ തേച്ച മാങ്ങ വാങ്ങിക്കൊടുന്നത്. അങ്ങനെ കുറച്ച് ടീംസ് ഞങ്ങളെ വെഡിങ് ആൽബം നോക്കി അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്നും ഇന്നും എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ട്രോളുന്നുണ്ട്. സ്കൂളിൽ എക്സാം ഉള്ളതുകൊണ്ട് തന്നെ ഓരോരുത്തരായി പോയി. വീട് കാലിയായി. ലാസ്റ്റ് ഞങ്ങൾ മാത്രമായി.